കൊച്ചിയിലാണ്. കൊച്ചി കളമശ്ശേരിയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. TVS ജംഗ്ഷനിൽ കാർ ബൈക്കിലിടിച്ചാണ് അപകടമുണ്ടായത്. ബൈക്ക് യാത്രികനാണ് മരിച്ചത്. മരിച്ച ആൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അജീഷ് കുമാർ ചേരുന്നു. അജീഷ്, എന്താണ് വിവരങ്ങൾ? അല്പസമയം മുമ്പാണ് കളമശ്ശേരി TVS ജംഗ്ഷനിൽ ഈ ഒരു വാഹനാപകടം ഉണ്ടായത്. ഒരു മാരുതി വാഗനർ കാറാണ് രണ്ട് ബൈക്കുകളെയാണ് ഇടിച്ചു തെറിപ്പിച്ചത്. ഇതിൽ ഒരു ബൈക്ക് ഈ ജംഗ്ഷനിൽ നിന്ന് ഈ മെട്രോയുടെ ഈ ഭാഗത്ത് കൂടി റോഡ് സിഗ്നൽ ക്രോസ് ചെയ്ത് പോകുമ്പോഴാണ് ഈ കാറ് ഈ ബൈക്കിനെ ഇടിച്ചു തെറിപ്പിച്ചത്. ഈ സ്കൂട്ടറിൽ ഉണ്ടായിരുന്ന യാത്രികനാണ് ഇവിടെ തൽക്ഷണം മരിച്ചത്. അദ്ദേഹം ഈ കാറിലുണ്ടായിരുന്ന 4 പേരാണ് ഉണ്ടായിരുന്നത്. ഈ വാഹനം മറ്റ് ഒരു ബൈക്കിനെയും ഇടിച്ചു തെറിപ്പിച്ച് ഇതിന്റെ സമീപത്ത് തലകീഴായി മറിയുകയായിരുന്നു. ഇങ്ങനെ വലിയൊരു വാഹന അപകടമാണ് ഉണ്ടായത്. ചേട്ടാ, ഇത് ഏത് സമയം എത്ര മണിയായിട്ടാണ് നടന്നത്? ഒരു അരമണിക്കൂറായിട്ടില്ല ഇപ്പൊ സംഭവിച്ചിട്ട്. ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ ആകെ. ഈ ചേട്ടന്റെ അതിന്റെ ബാക്കിൽ ഓട്ടോറിക്ഷയിൽ ലൈവായിട്ട് കണ്ടാളാണ്. പുറയിലുണ്ടായി. നല്ല സ്പീഡായിരുന്നു വണ്ടി. കാറുകാർ നല്ല സ്പീഡിലായിരുന്നു. നല്ല സ്പീഡ്, ബ്രേക്ക് പോലും ചവിട്ടിയില്ല. വണ്ടി ഇടിച്ചിട്ട് കൺട്രോൾ കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ഇവിടെ വന്നു. സിഗ്നൽ തെറ്റിച്ചിട്ടാണോ ഈ കാറ് വന്നത്? സിഗ്നൽ തെറ്റിച്ചിട്ടാണ്. ബൈക്ക് യാത്രികൻ കറക്റ്റ് പോവുമായിരുന്നു? കറക്റ്റ് ക്രോസ് ചെയ്യായിരുന്നു. നാല് പുറയിലുണ്ടായി. ഈ വണ്ടി നല്ല സ്പീഡായിരുന്നു. കൺട്രോൾ ഇല്ലാതെ വന്ന വണ്ടിയായിരുന്നു. ഈ കാറിനകത്ത് എത്ര പേരുണ്ടായിരുന്നു? ആരൊക്കെ ഉണ്ടായിരുന്നത്? രണ്ട് പെണ്ണുങ്ങളല്ലേ? 4 പേരുണ്ട്. 4 പേരുണ്ടായിരുന്നു. അങ്ങനെ ഈ വണ്ടിയിൽ ബൈക്ക് യാത്രികൻ സ്പോട്ടിൽ തന്നെ മരിച്ചു അല്ലേ? മരിച്ചു തോന്നുന്നു. കാരണം തല പൊട്ടിയിട്ട് കംപ്ലീറ്റ് ബ്ലഡ് ഇതായി. ചെറിയൊരു വിരകൾ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോഴത്തേക്ക് കൊണ്ടുപോയി. വലിയ തിരക്കുണ്ടായിരുന്നു സിഗ്നൽ ആ സമയത്ത്? അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സിഗ്നല് പച്ച വീഴുന്നിടക്കായിരുന്നു. അവിടെ നിന്ന് വരുമ്പോൾ സിഗ്നൽ നോക്കാതെയാണ് വന്നത്. അപ്പം അങ്ങനെയാണ് ഈ വാഹനം അമിത വേഗതയിൽ സിഗ്നൽ തെറ്റിച്ച് വരികയായിരുന്നു ഈ കാറ്. അങ്ങനെയാണ് ഈ ബൈക്കിൽ ഇടിച്ചു തെറിപ്പിച്ച് ഇങ്ങനെ അപകടമുണ്ടായത്. ബൈക്ക് യാത്രികൻ കറക്റ്റായി സിഗ്നൽ നോക്കി തന്നെയാണ് ഇതുവഴി യാത്ര ചെയ്തത്. അപ്പോഴാണ് ഈ അമിത വേഗതയിൽ എത്തിയ മാരുതി വാഗനർ കാർ ഇടിച്ചു തെറിപ്പിച്ചത്. ഈ ബൈക്ക് യാത്രികൻ ഈ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. അദ്ദേഹത്തിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ കാറിൽ 4 പേരാണ് ഉണ്ടായിരുന്നെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. 2 പുരുഷന്മാരും 2 സ്ത്രീകളുമാണ് ഉണ്ടായിരുന്നത്. ഇവർക്കും പരിക്കുണ്ട്. ഈ ബൈക്കിലിടിച്ച ശേഷം സമീപത്തെ ഒരു ചെറിയ കുഴിയിലേക്ക് തലകീഴായി മറിയുകയായിരുന്നു. ഈ കാറിലുണ്ടായിരുന്നവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു ബൈക്കും ഈ കാറ് ഇടിച്ചു തെറിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയൊരു അപകടമാണ് ഈ പ്രദേശത്ത്. അല്പസമയം ഏകദേശം അരമണിക്കൂർ മാത്രമാണ് ഈ അപകടം നടന്നിട്ടുള്ളൂ. ഇപ്പോൾ ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്.